തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായട്ടിലും ഇന്ന് സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധം നടത്തുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, നമസ്തേ. സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് BJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങൾ, താലൂക്ക് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണോ പ്രതിഷേധം? മറ്റ് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായിട്ടും KP, തൃശ്ശൂർ കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് CPM പ്രവർത്തകർ CPM അക്രമികൾ അടിച്ചു തകർത്ത സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഇന്ന് വിവിധ ജില്ലകളിൽ BJPയുടെ പ്രമുഖ നേതാക്കന്മാർ പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. രാജ്യത്തിന് ജനാധിപത്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന, നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ CPM കോൺഗ്രസിന്റെ അവിശുദ്ധ കൂട്ടുകെട്ടോട് നടത്തുന്ന ഇത്തരം നരനായാട്ടുകൾ, അത് ഏത് രീതിയിലാണ് ഈ പ്രവർത്തനം, അല്ലെങ്കിൽ CPM കോൺഗ്രസുകാർ ഏത് രീതിയിലാണോ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കുന്നത്, അതിനെ അതേ രീതിയിൽ തന്നെ നേരിടുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പ്രസ്താവനയുടെ വ്യക്തമാക്കിയിട്ടുള്ളത്. വോട്ട് ചോർച്ച എന്ന ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ, അതായത് രാഹുൽ ഗാന്ധിയാണ് ഇത്തരത്തിലൊരു വോട്ട് ചോർച്ച അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കള്ളവോട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത്. പക്ഷേ അത് അടിസ്ഥാനരഹിതവും യുക്തിരഹിതവുമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തും സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ അക്രമങ്ങളും സൃഷ്ടിക്കാനാണ് CPM കോൺഗ്രസും ശ്രമിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് BJP വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ എല്ലാ സുസ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സൂക്ഷ്മതയോടുകൂടി നടത്തുന്ന ഒരു സംവിധാനമാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പറയുന്നത്. അതത് സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഇത്തരത്തിൽ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരികയും അതിൽ രാഷ്ട്രീയ കക്ഷികളെയൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുകയും എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അതിൽ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യാമെന്നുള്ള സാഹചര്യമിരിക്കെ, സുതാര്യമായിട്ടുള്ള വ്യവസ്ഥിതികൾ നിലനിൽക്കെ, നിയമപരമായിട്ട് മുന്നോട്ട് പോകാമെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥിതിയോട് കാണിക്കുന്ന, രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയോട് കാണിക്കുന്ന ഇത്തരം സംഭവങ്ങളോട് ഒരിക്കലും ഐക്യപ്പെടാൻ സാധിക്കില്ല, ഒരിക്കലും കൂട്ടുനിൽക്കാൻ സാധിക്കില്ല എന്ന തരത്തിലൊരു പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തൃശ്ശൂരിലും സമാനമായ രീതിയിൽ, കേരളത്തിലും സമാനമായ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇരു മുന്നണികളും കൂടി ചേർന്നുകൊണ്ട് എന്നുള്ളൊരു വിമർശനം ഇതിനോടൊപ്പം തന്നെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJPയെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട്. എന്നാൽ നുണപ്രചാരണങ്ങൾ ഓരോന്നും പൊളിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു അസഹിഷ്ണുതയാണ് എല്ലായിടത്തും CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നാലും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നാലും കാണാൻ സാധിക്കുന്നത്. ഇതിലെ CPM പ്രവർത്തകർ BJP പ്രവർത്തകരെ ആക്രമിക്കുകയും അതിനെ പോലീസ് ഒത്താശ ചെയ്യുകയും ചെയ്തത് ഇത്തരത്തിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം അതിക്രമം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ, ആവർത്തിക്കുകയാണെങ്കിൽ, അതിന് പോലീസ് കൂട്ടുനിൽക്കുകയാണെങ്കിൽ, ഒത്താശ ചെയ്യുകയാണെങ്കിൽ അതിശക്തമായ പ്രതിരോധമുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം അലയടിക്കുമ്പോൾ അത് തന്നെയായിരിക്കും പ്രകടമാവുക, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം CPM കോൺഗ്രസിൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ട് അത് കേരളത്തിന് പുറത്തെങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കേരളത്തിനകത്തും അത് സജീവമായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഇവരുടെ കൂട്ടുകെട്ടിൻ്റെ ഫലമായി നടത്തുന്ന വിവാദങ്ങൾക്ക് പിന്നാലെ അത് അക്രമങ്ങളായി മാറും. നമുക്കറിയാം, സമാന കാലങ്ങൾ അല്ലെങ്കിൽ സമീപകാലങ്ങൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നീട് അത് എതിർ ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളിലെ പെട്ട ആളുകളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് CPM മുന്നോട്ട് പോകുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ തൃശ്ശൂർ കണ്ടത്. തൃശ്ശൂർ കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിനൊടുവിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ആ സംഘർഷം എങ്ങനെയാണ് ബോധപൂർവം സൃഷ്ടിക്കുന്നു, പോലീസിൻ്റെ സഹായത്തോടു കൂടി BJP പ്രവർത്തകരെ മർദ്ദിക്കുന്നു, അത് മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു സംഭവ വികാസം ഉണ്ടാക്കി അതിനെ എങ്ങനെയാണ് അക്രമാസക്തമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയും അതിനെ കായികപരമായിട്ട് നേരിടുകയും ചെയ്യുന്ന ശൈലിയാണ് സമീപകാലമായിട്ട് CPMൽ ഉണ്ടായിട്ടുള്ളത്. CPMൻ്റെ പോഷക സംഘടനകളും CPMൻ്റെ യുവജന സംഘടനകളും സമാനമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആശയപരമായി നേരിടേണ്ട, നിയമപരമായി നേരിടേണ്ട വിഷയങ്ങളിൽ എങ്ങനെയാണ് കായികപരമായി അക്രമങ്ങൾ നടത്തിക്കൊണ്ട് എങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിൽ പോലീസിൻ്റെ ഒത്താശയും കൂട്ടുനിൽപ്പും കൂടി കാണുമ്പോൾ നമുക്കത് പകൽ പോലെ വ്യക്തമാണ് എന്തായിരുന്നു CPMൻ്റെ കോൺഗ്രസിൻ്റെ അവിശുദ്ധ ഉദ്ദേശമെന്നും
പകൽ പോലെ വ്യക്തമാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾക്കെതിരെ വലിയ ശക്തമായ രീതിയിൽ തന്നെ BJP അതിനെ നേരിടുമെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രമുഖമായ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് നീക്കം. ആശയപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിലും അക്രമാസക്തമാകുന്ന സാഹചര്യത്തിൽ അത് എങ്ങനെ നേരിടുമെന്ന് വ്യക്തമായ ധാരണയുണ്ടെന്നും BJP കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യവസ്ഥിതിയെ മൊത്തം ബാധിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെ ബാധിക്കുന്ന നിയമസംഹിതകളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നുണപ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ അതിനെ അക്രമാസക്തമായി അതിനെ നേരിടേണ്ട രീതിക്ക് BJP നേരിടുമെന്ന് അറിയിച്ചിരിക്കും. പക്ഷേ അക്രമാസക്തമാകുമ്പോൾ അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അക്രമങ്ങൾ, ആ അക്രമങ്ങളെല്ലാം മുന്നിൽ കാണുന്നുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം നേരിടാനായിട്ട് BJP സമഗ്രമായിട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ഈ കോൺഗ്രസ് CPM കൂട്ടുകെട്ടിൽ നടക്കുന്ന ഇത്തരം നുണപ്രചരണങ്ങളെ നേരിടുമെന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളത്. KP ശരി, അത് തന്നെയാണ്. വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഇന്നലെ വൈകിട്ടോടെ തന്നെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ തെളിവുകൾ സഹിതമാണ് BJP നേതൃത്വം പ്രതിരോധിച്ചത്. കാരണം നുണപ്രചാരണങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അസഹിഷ്ണുതയാണ് CPM-ൻ്റെ ഭാഗത്തിനും ഉണ്ടായത്. ഇതിന് കൂട്ടുനിൽക്കുന്ന നരനായാട്ട് തന്നെയാണ് പോലീസും നടത്തിയത്. ഇതിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് BJP ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ടിൻഡു ദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.